ഗോമുഖ്. സഗരമഹാരാജാവിന്റെ 60,000 പുത്രന്മാർ കപില മഹർഷിയുടെ ശാപമേറ്റ് ഭസ്മമായിപ്പോയി. അവർക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ ഗംഗാനദി അവരുടെ ചിതാഭസ്മത്തിൽ സ്പർശിക്കണമെന്ന് മഹർഷി പറഞ്ഞു. ഈ ദൗത്യമേറ്റെടുത്തത് സഗരന്റെ പിന്തലമുറക്കാരനായ ഭഗീരഥനായിരുന്നു. ആദ്യം ഭഗീരഥൻ കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി. ഗംഗയെ ഭൂമിയിലേക്ക് അയക്കാൻ ബ്രഹ്മാവ് സമ്മതിച്ചെങ്കിലും ഗംഗയുടെ പ്രവാഹശക്തി ഭൂമിക്ക് താങ്ങാൻ കഴിയില്ലെന്നും ശിവന് മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നും അറിയിച്ചു. തുടർന്ന് ഭഗീരഥൻ ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ്സാരംഭിച്ചു. ഭഗീരഥന്റെ തപസ്സിൽ സംപ്രീതനായ ശിവൻ ഗംഗയെ ഭൂമിയിലേക്ക് ഏറ്റുവാങ്ങാമെന്ന് സമ്മതിച്ചു. സ്വർഗത്തിൽ നിന്ന് അതിശക്തമായി കുതിച്ചെത്തിയ ഗംഗയെ ശിവൻ തന്റെ ജടയിലേക്ക് ഏറ്റുവാങ്ങി. ഗംഗയെ കാണാതെ വന്നപ്പോൾ ഭഗീരഥൻ വീണ്ടും ശിവനെ പ്രാർത്ഥിച്ചു. ഭഗീരഥന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ശിവൻ ഗംഗയെ തന്റെ ജടയിൽ നിന്ന് ചെറിയ ധാരകളായി ഭൂമിയിലേക്ക് ഒഴുക്കിവിട്ടു. അങ്ങനെ ഭഗീരഥന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് ഗംഗാനദി ഒഴുകി സഗരപുത്രന്മാരുടെ ഭസ്മത്തിൽ സ്പർശിക്കുകയും അവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു. ഭഗീരഥൻ നടത്തിയ ഈ കഠിനമായ പ്രയത്നത്തെയാണ് നമ്മൾ ഭഗീരഥ പ്രയത്നം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് എന്ന ഹിമഗുഹയിൽ നിന്നാണ് ഭാഗീരഥി നദി ഉത്ഭവിക്കുന്നത്. ഇതാണ് ഗംഗയുടെ പ്രധാന പോഷക നദി. ഇതിനോടൊപ്പം അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ തുടങ്ങിയ മറ്റ് ചില കൈവഴികളും ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഋഷികേശ്, ഹരിദ്വാർ. ഗംഗാനദി ഹിമാലയത്തിൽ നിന്ന് സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ പ്രധാന സ്ഥലങ്ങളാണ് ഋഷികേശും ഹരിദ്വാറും. ഇവിടെ വെച്ച് നദി കൂടുതൽ ശാന്തമാവുകയും വീതി കൂടുകയും ചെയ്യുന്നു. ഈ രണ്ട് സ്ഥലങ്ങളും ഹിന്ദുക്കളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. വാരണാസി. ഉത്തർപ്രദേശിലെ ഒരു പുരാതന നഗരമാണ് വാരണാസി. ഇവിടെ ഗംഗാനദിക്ക് വലിയ പ്രാധാന്യമുണ്ട്. വാരണാസിയിലെ ഘാട്ടുകൾ ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് ലോകമെമ്പാടുമുള്ള ഭക്തരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു.